ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ ഇഷിതയുടെ വീട്ടിൽ നിന്ന് വേദയുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആരും കാണാതെ വേദയുടെ റൂമിലേക്ക് തന്നെ രാത്രി അവരെ ആരും അറിയാതെ എത്തിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിനെ തൻ്റെ റൂമിൽ ഒളിപ്പിച്ച് ഫുഡ് എത്തിക്കാനും വിക്രമിൻ്റെ കെയറിങ്ങും ഒക്കെ ആയിട്ട് നല്ല റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വിക്രം വേദയുടെ എല്ലാവരും കാത്തിരുന്നത് പോലെയുള്ള റൊമാൻറ്റിക് സീനുകളും അവരുടെ പ്രണയത്തിന് തുടക്കമൊക്കെ കുറിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇഷിതയാണെങ്കിൽ വിക്രമിന് കൊടുക്കാനുള്ള മെഡിസിനുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. കാല് കുറേ ദിവസത്തേക്കിന് നല്ല പെയിൻ ഉണ്ടാവും. അതുവരെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വരുണിനെ കൊന്ന കൊലയാളിയെ കണ്ടെത്താതെ വിക്രമിന് പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ. പുറത്തിറങ്ങാനോട്ട് നമ്മുടെ വേദ സമ്മതിക്കുകയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രമിനെ വീട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഒളിപ്പിച്ച് തൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് കേട്ടോ വേദ കിടത്തിയിരിക്കുന്നത്. എല്ലാവരിൽ നിന്നും രക്ഷപ്പെടുത്തി ആരും കാണാതിരിക്കാനായിട്ടൊക്കെ നമ്മുടെ വേദ ഒരുപാട് പാടുപെടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ വിക്രം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ നല്ല പുതച്ചു മൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കാണുമ്പോഴേക്ക് വേദ പോയി തട്ടി വിളിക്കുന്നുണ്ട്. വിക്രം എഴുന്നേക്ക്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രമാണെങ്കിൽ കണ്ണു തുറക്കുന്നില്ല. അങ്ങനെ വേദ തൊട്ട് നോക്കുമ്പോഴേക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ട്. വിക്രമിന് ഇൻഫെക്ഷൻ ആവുന്നതായിരിക്കാം. നല്ല പനിയുണ്ട് കേട്ടോ. ആ ഒരു വെടിയേറ്റതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടായിരിക്കാം നല്ല പനിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വേദ പോയിട്ട് ഒരു തുണി നനച്ച് വിക്രമിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തണുപ്പടിക്കുമ്പോഴേയും വിക്രം പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. അങ്ങനെ വേദ പറയുന്നുണ്ട്, വിക്രം നിനക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട്, എഴുന്നേക്ക് വിക്രം, എന്തെങ്കിലും കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്കണ്ടേ, എഴുന്നേക്ക് വിക്രം എന്നും പറഞ്ഞ് വിക്രമിനെ പതുക്കെ എഴുന്നേപ്പിച്ച് വേദ തന്നെ പിടിച്ച് ചാരി ഇരുത്തുകയാണ് കേട്ടോ. അങ്ങനെ വേദയെ തന്നെ ഇങ്ങനെ വിക്രം നോക്കിയിരിക്കുകയാണ്. കാരണം വേദയുടെ ഉള്ളിൽ എന്താണെന്ന് പോലും നമ്മുടെ വിക്രമിന് മനസ്സിലാവുന്നില്ല. വേദയോടാണെങ്കിൽ ഇപ്പം നമ്മുടെ വിക്രമിന് ഒരുപാട് സ്നേഹമുണ്ട്. വേദയോടുള്ള സ്നേഹം വിക്രം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വേദ തനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ഓർത്ത് വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ കഞ്ഞിയാണെങ്കിൽ കുറേശ്ശെ എടുത്ത് വിക്രമിന് ഇങ്ങനെ കോരി കോരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന കഞ്ഞിയൊക്കെ വേദ തന്നെ ഒരു തുണി എടുത്തിട്ട് തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കഞ്ഞി മുഴുവൻ കുടിപ്പിച്ചതിന് ശേഷം വേദയാണെങ്കിൽ ഗുളിക എടുത്തിട്ട് വിക്രമിൻ്റെ വായിൽ ഇട്ടുകൊടുത്ത് വെള്ളമൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ച് കുടിപ്പിച്ചൊക്കെ വിക്രമിനെ പതുക്കെ കിടത്തുകയാണ് കേട്ടോ. ഈ സമയം പനി കൊണ്ട് തന്നെ വേദനയും പനിയുടെ ക്ഷീണവും കൊണ്ട് തന്നെ വിക്രമിന് ഒട്ടും അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. അങ്ങനെ വിക്രമിന് ചൂടാണല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടുങ്ങുന്നുണ്ട്. ഈ സമയം വേദയാണെങ്കിൽ വിക്രമിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ് കേട്ടോ, പനിയൊന്ന് ശമിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദയാണെങ്കിൽ താഴേക്ക് പോയിട്ടുണ്ടാവും. കാരണം വിക്രമിന് എന്തെങ്കിലും ഫുഡൊക്കെ താഴെ നിന്ന് എടുത്തുകൊണ്ട് വരണമല്ലോ, ആരും കാണാതെ തന്നെ. ഈ സമയം വിക്രമാണെങ്കിൽ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരല്പം ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം പതിയെ റൂമിൽ കൂടി ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നടക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. നല്ല വേദന കടിച്ചമർത്തി എന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ കൂടി നടക്കുന്നത്. അങ്ങനെ വേദ വരുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദന സഹിച്ച് നടക്കുകയാണല്ലോ. വേദ പറയുന്നുണ്ട്, എന്താ വിക്രം ഈ കാണിക്കുന്നത്, കുറച്ച് ദിവസത്തേക്കിന് ഒന്ന് റെസ്റ്റ് എടുത്തൂടെ, വേദന കുറഞ്ഞിട്ട് മുറിവൊന്നോ കഴിഞ്ഞിട്ട് നടക്കാമെന്ന് പറഞ്ഞതല്ലേന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ വിക്രം ഇത് മൈൻഡ് ചെയ്യാതെ വീണ്ടും നടക്കുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് മുറിവൊന്ന് കരിവായിട്ട് വേദന കുറഞ്ഞിട്ട് വിക്രമിന് അവിടെ നിന്ന് ഒന്ന് ഇറങ്ങണമല്ലോ. എന്നാൽ പെട്ടെന്ന് തന്നെ വിക്രമാണെങ്കിൽ അങ്ങ് വീഴാൻ പോവാണ് കേട്ടോ. വേദന കാല് ഉറയ്ക്കുന്നില്ല തറയിൽ. വേദയാണെങ്കിൽ ഓടിപ്പോയി വിക്രമിനെ ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും നല്ല റൊമാൻറ്റിക് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും പരസ്പരം കണ്ണിൽ കാണുന്നതും നോക്കുന്നതും ഒക്കെ ആ എപ്പിസോഡൊക്കെ നമുക്ക് വരാനിരിക്കുന്നു. അതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ പതിയെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് വിക്രമിനെ ഇരുത്തുകയാണ്.
ഈ സമയം വേദയുടെ റൂമിൻ്റെ ഡോറിൽ തട്ട് കേൾക്കുകയാണ് കേട്ടോ. വിക്രവും വേദയും ആകെ ഷോക്കായി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, വേദ ഇനി എന്ത് ചെയ്യും? വിക്രം കുറച്ച് നേരത്തേക്കിന് ഒന്ന് വാഷ്റൂമിൽ ഇരിക്കുന്നും പറഞ്ഞ് വിക്രമിനെ താങ്ങി പിടിച്ച് വേദ വാഷ്റൂമിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നോക്കുമ്പോൾ ചേച്ചി ഒന്ന് തുറക്ക് ചേച്ചി എന്നും പറഞ്ഞ് ദീപ്തിയാണ് കേട്ടോ വന്ന് തട്ടുന്നത്. അങ്ങനെ പോയി വാതില് വേദ തുറക്കുന്ന സമയം തന്നെ പെട്ടെന്ന് ഡോറ് തള്ളി തുറന്ന് ദീപ്തി ഉള്ളിലേക്ക് ചാടി കയറുകയാണ് കേട്ടോ. ചേച്ചി അർജൻറ്റാണ്, എനിക്ക് വാഷ്റൂമിൽ പോകണമെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. നിക്ക് നിന്റെ വാഷ്റൂമിൽ ചേച്ചി അതെന്തോ വെള്ളം അടഞ്ഞിട്ട് എന്തോ ഡാമേജ് ആയിട്ടുണ്ട്, എനിക്ക് അർജന്റ് ആണെന്നും പറഞ്ഞിട്ട് ദീപ്തി ഇങ്ങനെ ധൃതി വെക്കുകയാണ് കേട്ടോ. അതെ, നിന്റെ റൂമിന്റെ തൊട്ടടുത്തല്ലേ അച്ഛൻ്റെ ബെഡ്റൂം ഉള്ളത്, നിനക്ക് അവിടെ പോക്കൂടായിരുന്നോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇപ്പം ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സമയമില്ല, അച്ഛന് റൂമിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ പൊക്കോളാന്നും പറഞ്ഞിട്ട് ദീപ്തി ഇങ്ങനെ ബാത്റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വീണ്ടും വേദ പറയുന്നുണ്ട്, ദീപ്തി അവിടെ നിൽക്ക്. അതെ, അത് പിന്നെ ഇപ്പം കയറാൻ പറ്റില്ല. അതെന്താ ചേച്ചി? ഞാനേ വാഷ്റൂമെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ഒഴിച്ചിട്ടേക്കുകയാണെന്ന് പറയണേ. ചേച്ചി ചുമ്മാ പറയരുത് എന്ന് സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദീപ്തി ആ ഡോറങ്ങ് തള്ളി തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചേച്ചി സ്മെല്ലൊന്നും ഇല്ലല്ലോ, ചേച്ചി വെറുതെ പറയാ, എനിക്ക് താമസമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളാന്നും പറഞ്ഞ് ദീപ്തി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയം വിക്രം കേൾക്കാനായിട്ട് വേദ ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്, അതെ ഞാൻ ആ ഹാർപ്പിക്ക് ഒഴിച്ച് അവിടെ എല്ലാം ഒഴിച്ചതാണല്ലോ, അതിൻ്റെ സ്മെല്ല് വരേണ്ടതാണല്ലോ, നിനക്ക് മൂക്ക് വല്ല ജലദോഷമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ വേദ ക്ലൂ കൊടുക്കുകയാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന് ലിക്വിഡ് എടുത്ത് തറയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ദീപ്തിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഓ ചേച്ചി പറഞ്ഞത് ശരിയാണ്, എനിക്കിപ്പോൾ സ്മെല്ല് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. വേദയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ പത്മമാണെങ്കിൽ വേദയുടെ അമ്മയുണ്ടല്ലോ, അമ്മ പെട്ടെന്ന് തന്നെ ദീപ്തി മോളെ അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട്, വന്ന് കയറിക്കോ, വാഷ്റൂമിൽ കയറിക്കോ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഓ എന്നാ വേണ്ട ചേച്ചി, ശരി അമ്മേ ദേ വരണു എന്നും പറഞ്ഞിട്ട് ദീപ്തി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വേദയ്ക്കാണെങ്കിൽ ഒരു ആശ്വാസം വരുന്നുണ്ട് കേട്ടോ. വേദ ദീപ്തി പോയ ഉടനെ ഓടിപ്പോയി തന്നെ ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദീപ്തി പോയെന്ന് അറിയുമ്പോൾ വിക്രമും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയെ നോക്കുന്ന സമയത്ത് എന്താ പേടിച്ചു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം മറുപടി ഒന്നും പറയാതെ അവിടെ തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, വേദ ഇന്ന് തന്നെ ഇത് എത്രാമത്തെ ഗ്ലാസ് ജ്യൂസാ, ഞാൻ കുടിച്ചു മടുത്തു, നീ അതവിടെ വെച്ചേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. പറ്റത്തില്ല, മെഡിസിനൊക്കെ കഴിക്കുന്നതല്ലേ, എന്തായാലും ഇത് കൂടി കുടിച്ചേ പറ്റൂ, ഇല്ലെങ്കിലേ ഈ റൂമിലിരുന്ന് ഉറുമ്പാവെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിർബന്ധിച്ച് വിക്രമിനെ കൊണ്ട് വേദ ആ ജ്യൂസ് കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ ആ ഗ്ലാസ് വിക്രമിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിക്കുന്ന സമയത്ത് വേദയുടെ മുടിയിലാണെങ്കിൽ വിക്രമിൻ്റെ കൈ ഉടക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വേദയാണെങ്കിൽ പെട്ടെന്ന് ആന്നിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് വന്നു പോയല്ലോ. വേദ നീ സൂക്ഷിക്കണ്ടേ, എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സാരമില്ല എന്നും പറഞ്ഞിട്ട് വേദ അവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്, വേദ നിനക്ക് നൊന്തോ എന്നേ. ഓ ഇപ്പോ എന്തു പറ്റി, എന്നോട് എന്തൊരു സ്നേഹമാ വിക്രമാദിത്യന്, എന്തായാലും എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ ഇത് കണ്ടില്ലേ, നിന്റെ സ്നേഹം തേണ്ടി തറയിൽ കൂടെ ഒലിച്ചിറങ്ങുന്നു എന്ന് പറയാണേ. അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട്, വേദ നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഒരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? ഞാനെങ്ങനെ കോമാളിയാക്കിയതൊന്നും അല്ല, ഞാനേ ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് അങ്ങ് എഴുന്നേക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രമിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വേദ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും അതെ ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുക തന്നെയാ, വിക്രം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോന്നും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ രാധയുടെ വീടാണ് കേട്ടോ. രാധയാണെങ്കിൽ അമ്മയുടെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മ ഇന്ന് വിക്രമിൻ്റെ വീട്ടിൽ പോയിരുന്നോ, അവിടെ പോയിട്ട് കമലാമ്മയോടൊക്കെ വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ഞാനെന്തിനാ അവൻ്റെ വീട്ടിൽ പോയിട്ട് വഴക്കുണ്ടാക്കുന്നത്? പിന്നെ അല്ലാതെ അമ്മ വിക്രമിനെ കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ അവരുടെ വീട്ടിൽ പോയി കുത്തി പറഞ്ഞോന്നാ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനെന്ത് പറയാനാ,
നിന്നോട് ആവശ്യമില്ലാത്തത് ആരെങ്കിലും പറഞ്ഞു തന്നതായിരിക്കും. പിന്നെ അവനെ കുറെ ദിവസമായല്ലോ കാണാതായെന്ന് പറഞ്ഞിട്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ പോയെന്ന് പറയുന്നുണ്ട്. എന്നാൽ രാധ പറയുന്നുണ്ട്, അതെ, വിക്രമേട്ടനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മ എന്നോട് ചോദിച്ചാൽ മതി, അത് ഞാൻ പറഞ്ഞു തരാം. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ മാഷിന്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. എന്തിനമ്മേ ആ പാവങ്ങളോട് ഇപ്പൊ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത് കുത്തി നോവിക്കാൻ പോകുന്നത്? ഇപ്പോൾ വിക്രമേട്ടനെ കാണാതായിട്ട് അവരെല്ലാവരും ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണോ അമ്മ പോയി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രാധ ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട്. ഈ സമയം രാധയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ, ഞാൻ പറയുന്നത് നീ ഒന്നും മനസ്സിലാക്ക്. ഞാനൊരു പെണ്ണിനെ പ്രസവിച്ച അമ്മയല്ലേ. നിന്റെ ഈ കോലും മട്ടും ഭാവം കണ്ടിട്ട് ഞാൻ എങ്ങനെയാ സമാധാനമായിട്ടിരിക്കുന്നത്? അതെ, ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത് അവനെ പോലീസുകാരെ കൊന്ന് കുളത്തിൽ താഴ്ത്തിയെന്നാ. എന്നിട്ടിപ്പോ നീ അവനെ നോക്കിയിരുന്ന് വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഞാൻ എങ്ങനെയാ സമാധാനമായിട്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ രാധ പറയുന്നുണ്ട്, അമ്മ എന്താ വിക്രമേട്ടനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? വിക്രമേട്ടനെ ഒരു പുലിയുടെ ജന്മോ. ഒരിക്കലും ആരെക്കൊണ്ടും തളർത്താൻ എൻ്റെ വിക്രമേട്ടന് കഴിയില്ല. വിക്രമേട്ടൻ എവിടെയാണെങ്കിലും ഉറപ്പായിട്ടും തിരിച്ചു വരും. വിക്രമേട്ടൻ എന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അമ്മ കാണും. അമ്മ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് രാധ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയും വേദയും തന്നെയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ താഴെ പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴേക്ക് പ്ലേറ്റ് നിറയെ കുറേ ഇഡ്ഡലി, 5-6 ഇഡ്ഡലി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വർഷ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തേ കാണിക്കുന്നത്? ഇത്രയധികം ഇഡ്ഡലി നിനക്ക് കഴിക്കാനാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട്, അതെന്താ വർഷേച്ചി, എനിക്ക് ഇഡലി കഴിക്കാൻ പാടില്ലേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിശക്കുമ്പോൾ എൻ്റെ റൂമിലിരുന്ന് കഴിക്കാനായിട്ടാണെന്ന് പറയുന്നുണ്ട്. എന്താമ്മേ, ഞാൻ കഴിച്ചുകൂടെയെന്നിങ്ങനെ പത്മത്തിനെ നോക്കി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിനെന്താ മോള് കഴിക്കെന്നും പറഞ്ഞിട്ട് അങ്ങ് വർഷയെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയുടെ സപ്പോർട്ട് കിട്ടിയതോട് കൂടിയിട്ട് ഇഡലിയൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് വിക്രമിന് ഇഡലിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ശങ്കരനാരായണന്റെ വീടിന്റെ വാതിക്കല് പോലീസ് വണ്ടി നിർത്തുന്നുണ്ട്. ഇത് നമ്മുടെ വേദ റൂമിൽ നിന്ന് ജനലിൽ കൂടി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം വിക്രമിനെ അന്വേഷിച്ചിട്ട് പോലീസ് വേദയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡ് വേണ്ടവരെ നെക്സ്റ്റ് എന്ന് കൂടി ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണേ.